എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സുഖ ഉറക്കത്തിലാണ്. അവരവിടെ കിടന്ന് തുടങ്ങട്ടെ. നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ? ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ രാവിലത്തെ പണിയിലേക്ക് പോവാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറുണ്ടാക്കണം. ചോറിന് വേണ്ടിയിട്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. മീനുണ്ട്, പിന്നെന്താ പയർ തോരനുണ്ട്, പിന്നെ നമുക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം മത്തി ഇച്ചിരി മുളക് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ തലേ ദിവസം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ കേക്കിൻ്റെ പാത്രങ്ങളെല്ലാം നമ്മൾ കഴുകി കമത്തി വെച്ചിരുന്നു വെള്ളം തോരാൻ വേണ്ടി. അതൊക്കെ നമ്മൾ എടുത്ത് തുടച്ച് വൃത്തിയാക്കി അതാത് സ്ഥലത്ത് മടക്കി തിരിച്ച് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ പണിയാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് വേണം നമുക്ക് അടുത്ത പണികളിലോട്ട് പോവാൻ. അപ്പോൾ കേക്കിൻ്റെ ഇതെല്ലാം ശരിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇതെനിക്ക് എൻ്റെ ചേട്ടൻ ഉണ്ടാക്കി തന്നതാണ്, ഹസ്ബൻഡ് ഉണ്ടാക്കി തന്നതാണത്. അതെനിക്ക് കേക്ക് ബേക്ക് ചെയ്ത് പഠിക്കാൻ സമയത്ത് പെട്ടെന്ന് എനിക്ക് വേറെ ടേൺ ടേബിൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കി തന്നതാണത്. അപ്പോൾ അതാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ അത് വെച്ചിട്ടാണ് കേക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വേറെ ടേൺ ടേബിൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ടേൺ ടേബിൾ വെച്ച് ചെയ്യുന്നത് പോലെ ഒരു കംഫർട്ടബിൾ ഇല്ല മറ്റേ ടേൺ ടേബിൾ വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫേവറേറ്റ് സാധനമാണ് ആ ടേൺ ടേബിൾ. അതുണ്ടെങ്കിൽ സൂപ്പറാണ്, അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓവനൊക്കെ കറക്റ്റ് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നേരത്തെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ചൂര മീനും മത്തിയും പിന്നെന്താ അതിൻ്റെ പേരെന്താ നമ്മുടെ അയലയും കണ്ണൻ കൊഴിയാളയും അതിങ്ങനെ മിക്സഡായിട്ട് നാല് മീനതും 2 ചൂരയും മത്തി. അപ്പോൾ നമുക്ക് കുറച്ച് പൊരിക്കാനും കുറച്ച് കറി വയ്ക്കാനും വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ഇഡലി സാമ്പാറുമാണ്. അതിൻ്റെ സാമ്പാർ ആയി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊന്നൂസ് എണീറ്റ് വന്നിട്ടുണ്ട്. അനിയത്തിയുടെ മോളാണത്. അപ്പോൾ അവളെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഉറക്കം എണീറ്റ് വരണ വഴിയാണ് കേട്ടോ. ഇപ്പം മണി ഏകദേശം 9:45. രാവിലെ ഉണർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അവർക്ക് സ്കൂളിലൊന്നും പോകണ്ട. അപ്പോൾ ഉറക്കം എണീറ്റ് അവൾ നേരെ ബാക്കിലോട്ട് ഓടി പോവാണ്. അപ്പോൾ അവളെ ബാക്കിൽ തന്നെ ഒരാളും കൂടെ എണീറ്റ് വന്നു, നമ്മുടെ പാറുട്ടിയും കൂടെ എണീറ്റ് വന്നിട്ടുണ്ട്. കണ്ണും തിരുമ്മി നേരെ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആള്. ഒന്ന് നേരെ രണ്ടുപേരെയും കൊണ്ടുപോയി പല്ല് തേപ്പിക്കണം. അപ്പോൾ രണ്ടുപേരും പല്ല് തേക്കാൻ വേണ്ടി പോവാണ്. നന്നായിട്ട് പല്ല് തേക്കാൻ പറഞ്ഞപ്പോൾ അവള് വീഡിയോയിൽ നോക്കി പല്ല് തേച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊന്നുവിന് പാൽ കൊടുക്കണം, പാറുട്ടിക്ക് ചായയും കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ മീൻ വെട്ടാൻ അമ്മ ഇരുന്നിട്ടുണ്ട്. ഇടുന്ന സമയത്ത് ഞാനും കൂടെ അവിടെ വന്നു. അപ്പോൾ അമ്മ എന്നെ നോക്കുന്നുണ്ട്. ഇവള് മീൻ വെട്ടുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അമ്മ എന്നെ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ മീനെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പൊരിക്കാനാണ് എടുത്തത് കേട്ടോ. തലഭാഗം നമ്മുടെ ചൂര മീനിൻ്റെ കൂടെ ഇട്ട് കറി വയ്ക്കാൻ എടുത്തു. ഈ മീനും കുറച്ച് മത്തിയും കൂടെ എടുത്ത് നമ്മൾ പൊരിക്കാൻ വേണ്ടി പുരട്ടി വെച്ചു. പിന്നെ കുറച്ച് മത്തി നമ്മൾ പുളിയിട്ട് മുളകിട്ട് വെച്ചിട്ടുണ്ട്. അത് നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് മുളകിട്ട് വെച്ചത്. ഇന്ന് വെച്ചിട്ട് നാളെ കുടംപുളി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ കുടംപുളിയുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ പുളി ഇട്ടാണ് വെച്ചത്. അപ്പോൾ അപ്പോൾ നമ്മുടെ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ടേ. അതിനിടയ്ക്ക് ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇരുന്നാണ് അമ്മ മീൻ വെട്ടുന്നത്. അപ്പോൾ ഞാൻ അതിനെ നേരെ വെച്ചു. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇഡലി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെന്തോന്ന് പോയി നോക്കാം. അപ്പോൾ അത് ആദ്യം ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കിനും അത് വെന്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി വയ്ക്കുക. അപ്പോൾ എപ്പോഴൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്താ, ന്യൂ ഇയർ ഒക്കെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ടോ? പിന്നെ എന്താ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ ഇഡലി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം. ഇതിനിടയ്ക്ക് നമ്മുടെ മീനൊക്കെ കറി വയ്ക്കണം. അപ്പം മത്തി മുളകിട്ട് ഇന്ന് വെക്കുന്നുണ്ട്. അത് എന്നിട്ട് നാളെ നമ്മൾ മത്തി മുളകിട്ടത് എടുക്കുകയുള്ളൂ. കാരണം ഇന്ന് വെച്ച മീൻ നാളെ ചൂടാക്കി എടുക്കുമ്പോൾ ഉപ്പും മുളകും എരിവും ഒക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടിരിക്കും. അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കാത്തവർ. അപ്പോൾ നമ്മുടെ ഇഡലി സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചായ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാനും അമ്മയൊക്കെ ചായ കുടിച്ചു. ഇനി അടുത്ത ബാച്ചിലുള്ളവർക്ക് ചായ ചൂടാക്കണം. ബാച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹസ്ബൻഡുണ്ട്, പിന്നെ മോനുണ്ട്. അവർക്കൊക്കെ ചായ ചൂടാക്കണം. അപ്പോൾ അവരാരും എണീറ്റിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചായ ചൂടാക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു തട്ട് ഇഡലി വെച്ചതിന് ശേഷം അടുത്ത ഒരു തട്ടും കൂടി വെക്കുന്നുണ്ട്. വൈകുന്നേരത്തേക്കും കൂടി അതെടുക്കാം. വൈകുന്നേരം ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ വെക്കുന്നുണ്ട്. നമ്മുടെ അവിടെ ഷീറ്റ് ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. വയലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് രാവിലെ സമയത്തൊക്കെ. അതുകൊണ്ട് പിള്ളേരെയൊക്കെ ഞാൻ മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് കിടത്തി ഉറക്കുന്നത്. അപ്പോൾ ഷീറ്റിൽ ഒരു സന്ധ്യ സമയം ആകുമ്പോഴത്തേക്കിനും മഞ്ഞടിച്ചിട്ട് തുള്ളിയായിട്ടിരിക്കും. അപ്പോൾ അതെങ്ങാനും വന്നിട്ട് എൻ്റെ പിള്ളേർക്ക് നല്ല ജലദോഷമുള്ള പെട്ടെന്ന് ജലദോഷം പിടിക്കും. അപ്പോൾ തുമ്മും, എപ്പോഴും തുമ്മും. അപ്പോൾ അതുകൊണ്ട് മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് കിടത്തുന്നത്. അതാണ് അവർ കിടന്നപ്പോൾ തലയിൽ മങ്കി ക്യാപ്പ് ഇരുന്നത്. അപ്പോൾ നമ്മുടെ മീൻ നമുക്ക് പുരട്ടി വയ്ക്കാം. അതിന് ഇച്ചിരി മുളക് പൊടി, ഒരു ശകലം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഇട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കി വെച്ചിരുന്നതും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിൽ നമ്മുടെ മത്തി കിടക്കുന്നതുകൊണ്ട് പതുക്കെ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ മുള്ളത്രയും കയ്യിൽ കുത്തി കയറും. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ അതിനെ എടുത്ത് ഇടുന്നത്. അത് വീഡിയോ ഇച്ചിരി സ്പീഡാക്കി ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം എൻ്റെ മുള്ള് ഇടയ്ക്കിടയ്ക്ക് എന്നെ കുത്തുന്നുണ്ട്. ഒരുപാട് കുത്ത് കിട്ടി. അതിൽ ലാസ്റ്റത്തെ കുത്ത് എനിക്ക് നല്ല വേദന എടുത്തു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വിരൽ മടക്കി നോക്കിയത്. ഇനി മുള്ളെങ്ങാനും വിരളിൽ കയറിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സെറ്റാക്കി ഇനി നമുക്കതിനെ അടച്ചു വയ്ക്കാം. ഇതിനിടയ്ക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ ചുമ്മാ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. ആ ഒരൊറ്റൊരു പീസ് കേക്ക് മാത്രമേ ഞാൻ മുറിച്ചെടുത്തോളൂ. ബാക്കി അവർക്ക് ആർക്കും കേക്ക് വേണ്ട. കേക്ക് കഴിക്കാനല്ല അവർ വന്ന് നിന്നത്. അതിൻ്റെ മുകളിലുള്ള ആ ഷുഗർ ബോളില്ലേ, അത് കഴിക്കാനാണ് അവർ വന്ന് നിൽക്കുന്നത്. കണ്ട, കേക്ക് അവർ വേണ്ടെന്ന് പറയും. കണ്ട, കഴിക്കത്തില്ല. ആ ഷുഗർ ബോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അതിൽ നിന്നുള്ള ബോൾ എടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ കണ്ടോ, അതെടുത്ത് കഴിക്കാനാണ് അവരവിടെ നിൽക്കുന്നത്, കേക്ക് കഴിക്കാനല്ല. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരെ നമ്മുടെ മത്തി മുളകിട്ടത് വയ്ക്കാൻ പോകും. പക്ഷേ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഇട്ടത്. പക്ഷേ ഇതിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നതിൽ കുടംപുളിയാണ് ഇടുന്നതെങ്കിൽ അടാറ് ടേസ്റ്റാണ്. അടാറെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരിക്കും. ഞാൻ പുളിയാണ് ഇട്ടത്. അത് ടേസ്റ്റ് ഇല്ലാന്നല്ല, പക്ഷേ മീൻ എപ്പോഴും മുളകിട്ട് വയ്ക്കുമ്പോൾ കുടംപുളി ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷേ ഇന്ന് വെച്ച് നാളെ എടുത്ത് കഴിക്കണം, അപ്പോഴാണ് സൂപ്പർ. നാവിൽ വെള്ളം മൂറും. കപ്പൽ ഓടിക്കളിക്കുമെന്നൊക്കെ പറയില്ലേ, അടിപൊളി സംഭവമാണ്, അതുപോലെയാണ്. അപ്പോൾ നമ്മുടെ ഇച്ചിരി എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവാള എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ അമ്മ ഇവിടെ ഇരുന്ന് പയർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ട, നോക്കി എന്നെ ഒരു ചിരിച്ചത് കണ്ടോ? നീ വീണ്ടും വന്നോ ക്യാമറയും കൊണ്ടെന്നുള്ള രീതിയിലാണ് അമ്മ ആ ചിരിച്ചത്. ഞാനപ്പോൾ ഇവിടെ മത്തി വെച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് അമ്മ അവിടെ ഇരുന്ന് പയർ അരിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ മുളക് പൊടിക്ക് ഒരു സംഭവമുണ്ട്.
1/2 കിലോ നോർമൽ മുളകും 1/2 കിലോ നമ്മുടെ പിരിയ മുളകും കൂടി വാങ്ങിച്ച് അങ്ങനെ 1 കിലോ മുളക്. ആ മുളകിനെ വെള്ളത്ത് വെച്ച് ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. മല്ലി അങ്ങനെയാണ് മില്ലിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ മുളകിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവും കാണും കളറും കാണും. ആ ഒരു പ്രത്യേകത ഉണ്ട്. കാശ്മീരി മുളക് പൊടി എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പിരിയ മുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് കാശ്മീരി മുളക് എക്സ്ട്രാ നമ്മൾ വാങ്ങിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ആദ്യം മുളക് പൊടി ഇട്ടപ്പോൾ ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് ആ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതാണേ. ഇനി നമുക്ക് നേരെ പുളി പിഴിഞ്ഞ് ഒഴിക്കാം. ഒന്ന് ചൂടായതിന് ശേഷം പുളി പിഴിഞ്ഞ് ഒഴിക്കാം. ഈ മീൻ നാളെ എടുത്ത് കഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടെ ഞാനും ചിലപ്പോൾ ചേട്ടനും മാത്രമേ കഴിക്കുകയുള്ളൂ ഈ മീൻ. കാരണം എരിവുള്ളത് കൊണ്ട് അങ്ങനെ കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുളകിലിട്ട് വെച്ച മത്തി മുളകിട്ടത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടുണ്ടായി മത്തി കിട്ടുമ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും മത്തി കിട്ടുവാണെങ്കിൽ ഈ മുളകിട്ട കറി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കുടംപുളിയല്ല, നോർമൽ പുളി. കുടംപുളിയുടെ ആ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. അപ്പോൾ അങ്ങനെ കുടംപുളി ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ വെച്ച് കഴിക്കാം കേട്ടോ. ഇതും സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ അത് ചാറൊന്ന് വറ്റണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് മീനിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്താലേ ഇത് നമുക്ക് ടേസ്റ്റ് ഉള്ളൂ. ആദ്യമേ കുറച്ച് വെള്ളം വെച്ചിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് തീരെ അങ്ങ് വറ്റിപ്പോവും. നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ ചാറ് കിട്ടില്ല. അപ്പോൾ നമ്മൾ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുത്ത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ മത്തി മുളകിട്ടത് അടിപൊളിയായിട്ട് വറ്റി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പറ്റിയ സംഭവമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ.